ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പുളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. പുളിയും പച്ചമുളകും എടുത്തതിന് ശേഷം അത് നന്നായി അരിഞ്ഞിടണം. പിന്നെ കുറച്ച് പുളി എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ട് ഇത് കുറുകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറുകിയതിന് ശേഷം അത് അരിക്കണം. അത് അരിപ്പിലൂടെ അരിച്ചെടുക്കണം. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ കരിവേപ്പിലയാണ് അത്. പിന്നെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. അതിനുശേഷം പൊട്ടിക്കഴിഞ്ഞ ശേഷം കുറച്ച് കരിവേപ്പിലയും കുറച്ച് വറ്റൽ മുളകും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം പൊട്ടിക്കതിന് ശേഷം നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പുളിവെള്ളം, നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേണ്ട പുളി ഉണ്ടായിരുന്നില്ല, ആ പുളി ഇട്ട് കൊടുക്കും. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കും. കുറച്ച് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് കൊടുക്കും. ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കും. നേരത്തെ ചൂടുവെള്ളത്തിൽ കുറുകാൻ വെച്ച ശർക്കര നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ഒഴിച്ച് കൊടുക്കും. പിന്നെ അവസാനം കുറച്ച് കായം ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായി തിളച്ച് വരുമ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എത്തിയിട്ടാകുമ്പോൾ പുളിയിഞ്ചി തണുത്തതിന് ശേഷം ഇത് കുറച്ചുകൂടി കട്ടിയാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തിയതിന് ശേഷം നമ്മളിത് വേറെ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.